1 എന്നുള്ള സബ്ജക്റ്റിൻ്റെ 4ാമത്തെ ക്ലാസ്സാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. നമ്മൾ 3 ക്ലാസ് ഓൾറെഡി കവർ ചെയ്തു. ആദ്യത്തെ ക്ലാസ് ട്രേഡ് യൂണിയൻസ് ആക്ട് 1926 എന്നുള്ള ടോപ്പിക്ക് മാത്രമായിരുന്നു ആദ്യത്തെ ക്ലാസ്സിൽ. രണ്ടാമത്തെയും മൂന്നാമത്തെയും ക്ലാസ്സിൽ നമ്മൾ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് 1947 ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അതിൽ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ടിൻ്റെ ഒരു ഓവർവ്യൂ നമ്മൾ സെക്കൻഡ് ക്ലാസ്സിൽ കണ്ടു. തേർഡ് ആക്ടിൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കൺസെപ്റ്റ്സുകൾ വല്ലതും കണ്ടു. സ്ട്രൈക്ക്, ലോക്കൗട്ട്, അതേപോലെ ലേ ഓഫ്, റീട്രെഞ്ച്മെൻറ്റ്, പ്രൊട്ടക്റ്റഡ് വർക്ക്മാൻ, ക്ലോഷ്യർ, അങ്ങനെയുള്ള ആസ്പെക്റ്റുകളാണ് നമ്മൾ രണ്ടാമത്തെ ക്ലാസ്സിൽ കണ്ടത്. അതാണ് മൂന്നാമത്തെ ക്ലാസ്സിൽ കണ്ടത്. ഇനിയിപ്പോൾ 4ാമത്തെ ക്ലാസ്സാണ് ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത് ഇൻഡസ്ട്രിയൽ എംപ്ലോയ്മെൻറ്റ് സ്റ്റാൻഡിംഗ് ഓർഡേഴ്സ് ആക്ട് 1946 എന്നുള്ള ആക്റ്റാണ്. നമ്മൾ ഇൻഡസ്ട്രിയൽ റിലേഷൻസിൻ്റെ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് 1947 ഒരു വർഷം മുൻപ് ഇറങ്ങിയ ആക്റ്റാണ് ഇൻഡസ്ട്രിയൽ എംപ്ലോയ്മെൻറ്റ് സ്റ്റാൻഡിംഗ് ഓർഡേഴ്സ് ആക്ട് 1946. അപ്പം ഈ ആക്റ്റാണ് നമ്മൾ ഇന്ന് കാണുന്നത്. ഒരു അരമണിക്കൂറിൻ്റെ ക്ലാസ് കൊണ്ട് തീർക്കാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് സ്പീഡിലായിരിക്കും ഇന്ന് ക്ലാസ് പോകുന്നത്. ഈ ക്ലാസ്സിന് ശേഷം നമ്മൾ സിലബസിൽ ബാക്കി കിടക്കുന്ന ഒരു ടോപ്പിക്ക് മാത്രമേ ഉള്ളൂ പുതിയ സിലബസ് അനുസരിച്ച് കവർ ചെയ്യാനുള്ളത്. അത് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡ് 2020 ആണ്. അപ്പോൾ അതുകൂടെ കവർ ചെയ്ത് നമ്മൾ ഈ സബ്ജക്റ്റ് ഫിനിഷ് ചെയ്യാണ്. അപ്പോൾ ഒരു 5 ക്ലാസ്സാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ബേസിക് ഓവർവ്യൂ ഒരു എക്സാം പെർസ്പെക്റ്റീവിൽ റിവിഷന് വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഒരു അരമണിക്കൂർ കൊണ്ട് തീർക്കണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്, ഈ ക്ലാസ്, ഈ 4th ക്ലാസ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് സ്പീഡിലായിരിക്കും പോകുന്നത്. കാര്യം ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് നമുക്ക് ക്ലാസ്സിലേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് കിടക്കാം. വിഷയത്തിലേക്ക് വിശദമായി കിടക്കുന്നതിന് മുൻപ് നമ്മുടെ മാതൃസ്ഥാപനമായ ക്ലിയർ ഐസിനെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താം. IAS, IPS, IFS തുടങ്ങിയ ഉയർന്ന ഗവൺമെൻറ് തസ്തികകളിലേക്ക് ഓൾ ഇന്ത്യ തലത്തിൽ തന്നെ മികച്ച പരിശീലനം നൽകുന്ന സ്ഥാപനമാണ് ക്ലിയർ IAS. 2012 മുതൽ നിരവധി IAS, IPS, IFS ഉദ്യോഗസ്ഥരെ വാർത്തെടുക്കാൻ ക്ലിയർ IAS നിർണായക പങ്കുവഹിച്ചിട്ടുണ്ട്. ഓൺലൈനായും ഓഫ്ലൈനായും പരിശീലിക്കാൻ ക്ലിയർ IASൽ അവസരമുണ്ട്. തിരുവനന്തപുരത്ത് കവടിയാറിലാണ് ക്ലിയർ IASൻ്റെ ഓഫ്ലൈൻ സെൻറ്റർ. സ്കൂൾ, കോളേജ് പഠനത്തോടൊപ്പമോ ഡിഗ്രിക്ക് ശേഷമോ ക്ലിയർ IASൽ അഡ്മിഷൻ നേടി പരിശീലനം ആരംഭിക്കാവുന്നതാണ്. നിങ്ങൾക്കോ നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കോ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ സിവിൽ സർവീസ്, LLB, ക്ലാറ്റ്, സ്കിൽ ട്രെയിനിങ് എന്നിങ്ങനെയുള്ള മേഖലകളിൽ മുഴുവൻ സമയ കോഴ്സുകൾക്കോ ക്രാഷ് കോഴ്സുകൾക്കോ സമ്മർ ക്യാമ്പുകൾക്കോ പ്രവേശനം ആഗ്രഹിക്കുന്നുവെങ്കിൽ 9605741000 എന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ clearias.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് തിരിച്ചു വരാം. അപ്പം ഇൻഡസ്ട്രിയൽ എംപ്ലോയ്മെൻറ്റ് സ്റ്റാൻഡിംഗ് ഓർഡേഴ്സ് ആക്ട് 1946, ഇൻഡസ്ട്രിയൽ എംപ്ലോയ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡിംഗ് ഓർഡേഴ്സാണ് നമ്മൾ ഈ ആക്ടിൽ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇൻഡസ്ട്രിയൽ എംപ്ലോയ്മെൻറ്റ് എന്നുള്ള വാക്ക് മനസ്സിലായി, ഇൻഡസ്ട്രിയിലുള്ള എംപ്ലോയ്മെൻറ്റ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡിംഗ് ഓർഡേഴ്സ് എന്തൊക്കെയാണ്, അതാണ് 1946 പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്റ്റാൻഡിംഗ് ഓർഡേഴ്സ് എന്നുള്ള വാക്ക് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സ്റ്റാൻഡിംഗ് ഓർഡേഴ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പം ഈ ആക്ട് എന്തിനാണ് വന്നത്? അപ്പോൾ ഈ ആക്ടിൽ വന്നതെന്ന് പറഞ്ഞാൽ ദിസ് ആക്ട് മാൻഡേറ്റ്സ് ദി ഫോർമുലേഷൻ ആൻഡ് എൻഫോഴ്സ്മെൻറ്റ് ഓഫ് സ്റ്റാൻഡിംഗ് ഓർഡേഴ്സ് ഇൻ ഇൻഡസ്ട്രിയൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ്. അതാണ് ഈ ആക്ടിൻ്റെ പർപ്പസ്. സ്റ്റാൻഡിംഗ് ഓർഡേഴ്സിൻ്റെ ഫോർമുലേഷനും എൻഫോഴ്സ്മെൻറ്റും ഇൻഡസ്ട്രിയൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ്സിൽ, അതിന് വേണ്ടിയിട്ടാണ് ഈ ആക്ട് വന്നത്. അതാണ് നമുക്ക് ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ സ്റ്റാൻഡിംഗ് ഓർഡേഴ്സ് എന്താണെന്ന് നമുക്കറിയണം. അപ്പോൾ സ്റ്റാൻഡിംഗ് ഓർഡേഴ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. സ്റ്റാൻഡിംഗ് ഓർഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, റിട്ടൺ റൂൾസ് ആണ്. സ്റ്റാൻഡിംഗ് ഓർഡേഴ്സ് എന്ന് പറഞ്ഞാൽ റിട്ടൺ റൂൾസ് ആണ് ഗവേണിംഗ് ദി കണ്ടീഷൻസ് ഓഫ് എംപ്ലോയ്മെൻറ്റിൻ്റെ കണ്ടീഷൻസ് ഗവേൺ ചെയ്യുന്ന റിട്ടൺ റൂൾസ് ആണ്, എഴുതപ്പെട്ട നിയമങ്ങളാണ് സ്റ്റാൻഡിംഗ് ഓർഡേഴ്സ്. അപ്പോൾ എംപ്ലോയ്മെൻറ്റ് ഒരു എംപ്ലോയർ ഉണ്ട്, എംപ്ലോയി ഉണ്ട്. നമ്മൾ ആ ഒരു കാര്യം പിക്ചർ ഒന്ന് മനസ്സിലാക്കിക്കൊണ്ടുവരിക. അപ്പം എംപ്ലോയർ എംപ്ലോയീസിന് എംപ്ലോയ്മെൻറ്റ് കൊടുക്കുന്നു, ജോലി കൊടുക്കുന്നു, അല്ലേ? ഇപ്പോൾ തൊഴിൽ ദാതാവ് തൊഴിലാളികൾക്ക് തൊഴിൽ കൊടുക്കുന്നു. അപ്പോൾ അതിനുമായിട്ട് ബന്ധപ്പെട്ട എഴുതപ്പെട്ട നിയമങ്ങളെയാണ് സ്റ്റാൻഡിംഗ് ഓർഡേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ എഴുതപ്പെട്ട നിയമങ്ങളിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട്? അതിൻ്റെ അകത്ത് വർക്ക്മെന്നിനെ, പലതരത്തിലുള്ള തൊഴിലാളികളുണ്ട്. ആ തൊഴിലാളികളെ നമ്മൾ പെർമനൻ്റ് എന്നോ ടെമ്പററി എന്നോ അപ്രൻറ്റീസസ് എന്നോ അങ്ങനെയുള്ള രീതിയിൽ ഒന്ന് ക്ലാസിഫൈ ചെയ്യുന്ന കാര്യങ്ങൾ ഈ സ്റ്റാൻഡിംഗ് ഓർഡേഴ്സിലുണ്ടാവും. അതേപോലെ അവർ എപ്പോൾ വരണം, എപ്പോൾ പോകണം, കണ്ടീഷൻസ് ഫോർ എൻറ്ററിങ് ആൻഡ് ലീവിങ്, അത് അതിനകത്തുണ്ടാവും.
അതേപോലെ എത്ര സമയം ജോലി ചെയ്യണം, ഏതൊക്കെ ഷിഫ്റ്റിലാണ് ജോലി ചെയ്യേണ്ടത്, ഏതൊക്കെയാണ് അവധി ദിവസങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ സ്റ്റാൻഡിംഗ് ഓർഡേഴ്സിൽ ഉണ്ടായിരിക്കണം. പിന്നെ അതേപോലെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലാണ് അതൊരു ഡിസിപ്ലിനറി പ്രൊസീഡിംഗ് ആയിട്ട് മാറുന്നതെന്നും എന്ത് കാര്യങ്ങൾ ചെയ്താൽ ഒരാളെ ടെർമിനേറ്റ് ചെയ്യുമെന്നും ജോലിയിൽ നിന്ന് പിരിച്ചുവിടുമെന്നുള്ളതും ഈ സ്റ്റാൻഡിംഗ് ഓർഡേഴ്സിൽ ഉണ്ടാവണം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക്, അതായത് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വ്യക്തത കൊണ്ടുവരാനായിട്ടുള്ള നിയമങ്ങളെയാണ്, എഴുതപ്പെട്ട നിയമങ്ങളെയാണ് സ്റ്റാൻഡിംഗ് ഓർഡേഴ്സ് എന്ന് പറയുന്നത്. സ്റ്റാൻഡിംഗ് ഓർഡേഴ്സ് ആർ റിട്ടൺ റൂൾസ് ഗവർണിംഗ് ദി കണ്ടീഷൻസ് ഓഫ് എംപ്ലോയ്മെൻറ്റ്. അപ്പോൾ ഇങ്ങനെയുള്ള എഴുതപ്പെട്ട നിയമങ്ങൾ ഒരു ജോലിയിൽ ഈ തൊഴിലാളിയും തൊഴിൽ ദാതാവും എംപ്ലോയറും എംപ്ലോയിയും തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ ഒരു ക്ലാരിറ്റി കൊണ്ടുവരികയും പ്രശ്നങ്ങൾ പലതും ഉണ്ടാവാതെ നോക്കുകയും ഉണ്ടായാൽ പരിഹരിക്കാൻ അതിനൊരു ഒരു 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 ക്ലിയർ ആയിട്ടുള്ള ഒരു ഔട്ട്ലൈൻ, ഒരു ഫ്രെയിം വർക്ക് ഉണ്ടാവുകയും ചെയ്യും എന്നുള്ളതാണ് ഈ സ്റ്റാൻഡിംഗ് ഓർഡേഴ്സിൻ്റെ പർപ്പസ്. അപ്പം ഈ സ്റ്റാൻഡിംഗ് ഓർഡേഴ്സിനെ പറ്റി നമുക്ക് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് നോക്കാം. ഏതൊക്കെ ഓർഗനൈസേഷനിലാണ് ഇങ്ങനെ സ്റ്റാൻഡിംഗ് ഓർഡേഴ്സ് വേണ്ടത്, ഇങ്ങനെ ഒരു എഴുതപ്പെട്ട നിയമം ഉണ്ടെങ്കിൽ അത് എഴുതി എവിടെയാണ് വെക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. എഴുതി എവിടെയെങ്കിലും ഒരു ബുക്കിൽ വെച്ചാൽ മതിയോ, അതെവിടെയെങ്കിലും പബ്ലിക്കായിട്ട് ഇത് ഡിസ്പ്ലേ ചെയ്യണോ, ആരാണ് ഇത് ക്രിയേറ്റ് ചെയ്യേണ്ടത്, ഇത് ഒരിക്കൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മോഡിഫൈ ചെയ്യാൻ പറ്റുമോ, ഇതിനകത്തൊരു തർക്കം ഉണ്ടെങ്കിൽ എവിടെ പോവും, ഇതിനകത്ത് ഗവൺമെൻറ് ഇൻവോൾവ് ആണോ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ കാര്യത്തിൽ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം സ്റ്റാൻഡിംഗ് ഓർഡറിൻ്റെ ഒരു ഇല്ലസ്ട്രേഷൻ നമുക്ക് നോക്കാം. ഇല്ലസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിൻ്റെ ഒരു ഉദാഹരണം പോലെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അപ്പോൾ ഒരു സ്റ്റാൻഡിംഗ് ഓർഡർ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒരു റിട്ടേൺ റൂളുണ്ട്. ഹാബിച്വൽ ആബ്സെൻറ്റീസം ഈസ് എ ഗ്രൗണ്ട് ഫോർ ഡിസിപ്ലിനറി ആക്ഷൻ ആഫ്റ്റർ 3 വാർണിംഗ്. അപ്പോൾ ഒരു തൊഴിലാളി സ്ഥിരമായിട്ട് പണിക്ക് വരാതിരിക്കുക എന്നുള്ളത് പുള്ളി ഒരു ശീലമാക്കിയിരിക്കുകയാണ്, ഒരു ഹാബിറ്റ് ആക്കിയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരാളുണ്ടെങ്കിൽ 3 തവണ വാർണിംഗ് കൊടുക്കാം. 3 തവണ വാർണിംഗ് കൊടുത്തിട്ടും പുള്ളി റിപ്പീറ്റ് ചെയ്യുവാണ്. ഒരു പണിക്ക് വരുന്നതിനകത്തുനിന്ന് ഒരു ചിട്ടയില്ലായ്മ, ഒരു കൃത്യമായിട്ട് ജോലിക്ക് വരാതിരിക്കുക, അത് പ്രോപ്പറായിട്ട് അറിയിക്കാതിരിക്കുക, അങ്ങനെ സ്ഥിരമായിട്ട് ജോലിക്ക് വരാതിരിക്കുക, ആബ്സെൻ്റ് ആവുന്നത് ശീലമാക്കിയിരിക്കുന്ന ഒരു തൊഴിലാളി ഉണ്ടെങ്കിൽ, അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് സ്ഥിരമായിട്ട് പണിക്ക് വരുന്നില്ലെങ്കിൽ അവരെ പുറത്താക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? 3 പ്രാവശ്യം വാർണിംഗ് കൊടുക്കുക എന്നുള്ളതാണ് ആ സ്ഥാപനത്തിലെ നിയമം എന്ന് എഴുതി ഒട്ടിച്ചു വയ്ക്കുക, ഡിസ്പ്ലേ ചെയ്യുക, പബ്ലിക്കലി ഡിസ്പ്ലേ ആക്കുക. അതൊരു സ്റ്റാൻഡിംഗ് ഓർഡറിൻ്റെ എക്സാമ്പിളാണ്. അതൊരു എക്സാമ്പിൾ മാത്രമാണ്, ഇല്ലസ്ട്രേഷൻ മാത്രമാണ്. അതുപോലെയുള്ള പല കാര്യങ്ങളും ഈ സ്റ്റാൻഡിംഗ് ഓർഡേഴ്സിൽ ഉണ്ടാവാം. അപ്പോൾ അതാണ് ഒരു ഉദാഹരണം. അപ്പോൾ ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കേസിലോ, ആ കേസിലാണ് റോത്തക് ആൻഡ് ഹിസാർ ഡിസ്ട്രിക്ട്സ് ഇലക്ട്രിക് സപ്ലൈ കമ്പനി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് UP. റോത്തക് ആൻഡ് ഹിസാർ ഡിസ്ട്രിക്ട്സ് ഇലക്ട്രിക് സപ്ലൈ കമ്പനി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് UP. അപ്പോൾ ഈ കേസിലൂടെ പ്രത്യേകത എന്താണ്? ദിസ് കേസ് ലോ ഹൈലൈറ്റഡ് the need for clearly drafted standing orders to avoid ambiguity in employment terms. അപ്പം എംപ്ലോയ്മെൻറ്റിൻ്റെ ടേംസിൽ, ജോലിയുമായിട്ട് ബന്ധപ്പെട്ട ടേംസിൽ പലതരം കണ്ടീഷൻസ് ഉണ്ടല്ലോ, ടേംസ് ആൻഡ് കണ്ടീഷൻസ്. അപ്പോൾ അതിലൊരു വ്യക്തത ഉണ്ടാവാനായിട്ട് ക്ലിയറായിട്ട് ഡ്രാഫ്റ്റ് ചെയ്ത സ്റ്റാൻഡിംഗ് ഓർഡേഴ്സ് ഉണ്ടാവേണ്ടത് ആവശ്യമാണ്. ആംബിഗ്യൂറ്റി ഒഴിവാക്കാനായിട്ട്, ഒരു തർക്കം ഒഴിവാക്കാനായിട്ട്, അല്ലെങ്കിൽ ഒരു സംശയങ്ങൾ ഒഴിവാക്കാനായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ വേണമെന്ന് പറഞ്ഞ കേസാണ് റോത്തക് ആൻഡ് ഹിസാർ ഡിസ്ട്രിക്ട്സ് ഇലക്ട്രിക് സപ്ലൈ കമ്പനി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് UP. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആക്ട് ആണല്ലോ ഇൻഡസ്ട്രിയൽ എംപ്ലോയ്മെൻറ്റ് സ്റ്റാൻഡിംഗ് ഓർഡേഴ്സ് ആക്ട് 1946. അപ്പോൾ ഈ ആക്ടിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് നമുക്ക് തന്നെ പെട്ടെന്ന് തന്നെ അറിയാം. അതിൻ്റെ പർപ്പസ് ഇത്രയേ ഉള്ളൂ: റെഗുലേറ്റ് ദി കണ്ടീഷൻസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് ഇൻ ഇൻഡസ്ട്രിയൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ത്രൂ സ്റ്റാൻഡിംഗ് ഓർഡേഴ്സ്. അപ്പോൾ ഇൻഡസ്ട്രിയൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ്സിലെ കണ്ടീഷൻസ് ഓഫ് എംപ്ലോയ്മെൻറ്റിനെ റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് ക്ലാരിറ്റി കൊണ്ടുവരിക, എംപ്ലോയ്മെൻറ്റ് ടേംസ് ആൻഡ് പ്രാക്ടീസസിന് ഒരു യൂണിഫോമിറ്റി കൊണ്ടുവരിക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അതുമാത്രമല്ല, എംപ്ലോയീസിൻ്റെ ഒരു ആർബിട്രറി ആയിട്ടുള്ള ഡിസിഷൻസിൽ നിന്ന് എംപ്ലോയീസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യും. വർക്കേഴ്സിനെ ഈ എംപ്ലോയർ തോന്നുന്ന പോലെ ഓരോരോ നിയമങ്ങൾ ഓരോ ദിവസം മാറ്റി പറയുന്നത് ഒഴിവാക്കാനും പറ്റും. കാര്യം ഇതിന് വ്യക്തമായ ഒരു നിയമമുണ്ട്, ആ നിയമങ്ങൾ എഴുതി പബ്ലിക്കിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പം എന്താണ്, ആർബിട്രറി ആയിട്ടുള്ള എംപ്ലോയറുടെ ഡിസിഷൻസിൽ നിന്ന് ഒഴിവാവുകയും ആ ഒരു ഇൻഡസ്ട്രിയിൽ ഒരു സമാധാനം ഉണ്ടാവുകയും ചെയ്യും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇനിയും ഈ ആക്ടിൻ്റെ ഒബ്ജക്റ്റീവ്സിൻ്റെ ഒരു ഇല്ലസ്ട്രേഷനായിട്ട് നമുക്ക് നോക്കാം. വേറൊരു ഇല്ലസ്ട്രേഷൻ, മറ്റൊരു സ്റ്റാൻഡിംഗ് ഓർഡർ നമുക്ക് നോക്കാം. അപ്പോൾ ഒരു സ്റ്റാൻഡിംഗ് ഓർഡറിൽ ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റ്, ഒരു ഇൻഡസ്ട്രി ഒരു സ്റ്റാൻഡിംഗ് ഓർഡർ ഡ്രാഫ്റ്റ് ചെയ്തിരിക്കുകയാണ്. അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളുണ്ട്? അതിനകത്ത് വർക്കിംഗ് അവേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ 8 മണിക്ക് ജോലിക്ക് വരണം,
ഒരു 4 മണിയാകുമ്പം ജോലിയിൽ നിന്ന് പിരിഞ്ഞു പോകാം. അപ്പം അവിടെ ഒരു വ്യക്തമായ വർക്കിംഗ് അവേഴ്സ് ഈ സ്റ്റാൻഡിങ് ഓർഡറിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനി ലീവിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കുക. മാസം 2 ലീവാണ് ഈ പബ്ലിക് ഹോളിഡേയ്സ് അല്ലാതെ ഉള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കുക. അതൊരു ലീവ് പോളിസിയാണ്. അതിനൊരു വ്യക്തതയുണ്ട്. മാസത്തിൽ 1 ലീവെന്നോ 2 ലീവെന്നോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു വ്യക്തതയുണ്ട്. അപ്പോൾ അതാണ് ഒരു ലീവ് പോളിസിയാണ്. ഇനി ടെർമിനേഷൻ പ്രൊസീഡിങ്സ്, ഏതൊക്കെ കാര്യത്തിൽ ഒരു ജോലിക്കാരനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാം എന്നുള്ള കാര്യത്തിനും വ്യക്തമായി എഴുതി നിയമം ഉണ്ടെങ്കിൽ, റിട്ടൺ ആയിട്ടുള്ള റൂൾ ഉണ്ടെങ്കിൽ, അതെല്ലാം ഒരു സ്റ്റാൻഡിങ് ഓർഡറിൻ്റെ എക്സാമ്പിളാണ്. അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു കാര്യം. അപ്പം വേറൊരു കേസിലോ നമുക്കൊന്ന് നോക്കാം. അസോസിയേറ്റഡ് സിമെൻറ്റ് കമ്പനീസ് ലിമിറ്റഡ് വേഴ്സസ് PN ശർമ്മ. അപ്പം ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഇതേ കാര്യം തന്നെയാണ്. അതായത് ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള എംപ്ലോയ്മെൻറ്റ് കണ്ടീഷൻസ് വേണം. എന്തിന്? ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ടുകൾ ഒഴിവാക്കാനായിട്ട് എന്ന് പറഞ്ഞ ഒരു കേസിലാണ് അസോസിയേറ്റഡ് സിമെൻറ്റ് കമ്പനീസ് ലിമിറ്റഡ് വേഴ്സസ് PN ശർമ്മ. എംപ്ലോയ്മെൻറ്റ് കണ്ടീഷൻസ് സ്റ്റാൻഡർഡൈസ് ചെയ്യേണ്ടത് ആവശ്യമുണ്ടെന്ന് പറഞ്ഞൊരു കാര്യമാണ്. അടുത്തത്, ഈ ആക്ട് ആർക്കൊക്കെ ആപ്ലിക്കബിൾ ആവും എന്നുള്ളതാണ്. ചെറുകിട, ഇപ്പോൾ 1, 2, 5 ജോലിക്കാർ മാത്രമുള്ള സ്ഥാപനങ്ങളെല്ലാം ഇങ്ങനെ ആ ജോലിയുടെ കണ്ടീഷൻസ് എഴുതി ഒട്ടിച്ച് വെക്കേണ്ട ആവശ്യമുണ്ടോ? അതോ ഒരുപാട് എംപ്ലോയീസ് ഉള്ള വലിയ വലിയ ഇൻഡസ്ട്രികളിൽ മാത്രമാണോ ഇത് ആപ്ലിക്കബിൾ എന്നുള്ളതാണ്. അപ്പം ഇൻഡസ്ട്രിയൽ എംപ്ലോയ്മെൻറ്റ് സ്റ്റാൻഡിംഗ് ഓർഡേഴ്സ് ആക്ട് 1946 പറയുന്നത് ഈ ആക്ട് ഇതുപോലെ സ്റ്റാൻഡിംഗ് ഓർഡേഴ്സ് ഡിസ്പ്ലേ ചെയ്യേണ്ട ആവശ്യം, റിട്ടേൺ ആയിട്ടുള്ള റൂൾസ്, എംപ്ലോയ്മെൻറ്റ് കണ്ടീഷൻസിൻ്റെ റൂൾസ് പ്രോപ്പറായിട്ട് ഡിസ്പ്ലേ ചെയ്യേണ്ട ആവശ്യം 100 അതിലധികമോ ജോലിക്കാരുള്ള സ്ഥാപനങ്ങളിൽ മാത്രമേ ആവശ്യമുള്ളൂ എന്നാണ് പറയുന്നത്. അതായത് 100-ൽ താഴെയുള്ള ചെറുകിട സ്ഥാപനങ്ങളിൽ ഇതെല്ലാം കൃത്യമായിട്ട് പാലിക്കാൻ അത്ര എളുപ്പമല്ല, അത് എൻഫോഴ്സ് ചെയ്യാൻ അത്ര എളുപ്പമല്ല. അവർ കാര്യം സ്ട്രഗിൾ ചെയ്ത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ, ഒരുപാട് ജോലിക്കാരൊന്നും ആയിട്ടില്ല, ഒരു വലിയ എസ്റ്റാബ്ലിഷ്മെൻ്റ് അല്ല. അപ്പോൾ അവിടെ ഈ ആക്ട് ആപ്ലിക്കബിൾ അല്ല. തുടങ്ങിയ ബിസിനസ്, ചെറുകിട ബിസിനസ്സുകളിൽ ആപ്ലിക്കബിൾ അല്ല, വലിയ ഇൻഡസ്ട്രിയൽ എസ്റ്റാബ്ലിഷ്മെൻറ്റിലാണ്. അപ്പോൾ അതിനകത്ത് ഒരു 100-ലധികം എംപ്ലോയീസ്, വർക്കേഴ്സ് ഉള്ളിടത്താണ് ഇത് ആപ്ലിക്കബിൾ. പക്ഷേ ഇത് ചില സ്റ്റേറ്റുകളിൽ, കാര്യം ഈ ലേബർ എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കൺകറൻറ്റ് ലിസ്റ്റിലുള്ള ഒരു സബ്ജക്റ്റാണ്. കൺകറൻറ്റ് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ സെൻറ്ററിനും നിയമം പാസ്സാക്കാം, സ്റ്റേറ്റിന് നിയമം പാസ്സാക്കാം. അപ്പോൾ ചില സ്റ്റേറ്റുകളിൽ ഇൻഡസ്ട്രിയൽ എംപ്ലോയ്മെൻറ്റ് സ്റ്റാൻഡിംഗ് ഓർഡേഴ്സ് ആക്ട് അനുസരിച്ചിട്ട് ഈ സ്റ്റാൻഡിംഗ് ഓർഡേഴ്സ് വേണമെന്നുള്ളതിൻ്റെ ത്രഷോൾഡ് 50 പക്ഷേ ഭൂരിഭാഗം സ്റ്റേറ്റുകളിലും ഇത് 100. അതാണ് അതിനകത്ത് മനസ്സിലാക്കുന്നത്. ഈ ആക്ട് അനുസരിച്ച് 100, പക്ഷേ ചില സ്റ്റേറ്റുകൾക്ക് അത് മോഡിഫൈ ചെയ്യാനുള്ള പെർമിഷനുണ്ട്. അപ്പോൾ ചില സ്റ്റേറ്റുകൾ അത് 50 മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം പക്ഷേ ഇതിനകത്ത് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു ഇൻഡസ്ട്രി ഉണ്ടെന്ന് വിചാരിക്കുക. ആ ഇൻഡസ്ട്രിയിൽ തുടങ്ങിയ സമയത്ത് ഒരു 120 ജോലിക്കാരുണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. 120 ജോലിക്കാരുണ്ടായിരുന്നത് കൊണ്ട് തന്നെ അവർ ഈ ആക്ടിൻ്റെ പർവ്യൂവിൽ വരും. അപ്പോൾ അവർ അതുകൊണ്ട് സ്റ്റാൻഡിംഗ് ഓർഡേഴ്സ് ക്രിയേറ്റ് ചെയ്യണം, റിട്ടേൺ റൂൾസ് ക്രിയേറ്റ് ചെയ്തിട്ട് ഡിസ്പ്ലേ ചെയ്യണം. പക്ഷേ കുറച്ച് കാലം ഒരു ജോലി ആ ബിസിനസ് മുമ്പോട്ട് റൺ ചെയ്തപ്പോൾ ഇത്ര ജോലിക്കാരുടെ ആവശ്യമില്ല, അവരൊരു 40 ജോലിക്കാരെ പിരിച്ചുവിട്ടു, ടെർമിനേറ്റ് ചെയ്തു, അല്ലെങ്കിൽ റീട്രെഞ്ച്മെൻറ്റ് കൊടുത്തു എന്ന് വിചാരിക്കും. അപ്പോൾ അവർ 120 ഉണ്ടായിരുന്നതിൽ നിന്ന് 80-ലേക്ക് കുറഞ്ഞു. പക്ഷേ 120-ൽ നിന്ന് 80-ലേക്ക് കുറഞ്ഞെങ്കിൽ പോലും ഒരിക്കൽ 100-ന് മുകളിൽ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അവർ അതുകൊണ്ട് തന്നെ ഈ ആക്ടിൻ്റെ പർവ്യൂലാണ്. പിന്നെ ആൾക്കാർ കുറഞ്ഞതെന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ പുറത്ത് പോകുന്നില്ല. അപ്പോൾ എപ്പോഴെങ്കിലും 100-ന് മുകളിൽ വന്നിട്ടുണ്ടോ ഈ ഇൻഡസ്ട്രിയൽ എംപ്ലോയ്മെൻറ്റ് സ്റ്റാൻഡിംഗ് ഓർഡേഴ്സ് ആക്ട് അവർക്ക് ആപ്ലിക്കബിൾ ആണ്. അപ്പം സോ വൺസ് അപ്ലൈഡ് ഇറ്റ് റിമെയിൻസ് ബൈൻഡിങ് ഈവൻ ഇഫ് ദി നമ്പർ ഓഫ് എംപ്ലോയീസ് ഡ്രോപ്സ് ബിലോ ദി ത്രഷോൾഡ്. അതാണ് അതിൻ്റെ കാര്യം. അപ്പോൾ ഒരു 150 ആൾക്കാരുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും സർട്ടിഫൈ ചെയ്തിരിക്കണം. 100 ഉണ്ടെങ്കിൽ 100 മേളിൽ എത്രയായാലും, 100 ആയാലും 150 ആയാലും 200 ആയാലും 1000 ആയാലും 10,000 ആയാലും 1,00,000 ആയാലും അവരെല്ലാം ഈ ഇൻഡസ്ട്രിയൽ എംപ്ലോയ്മെൻറ്റ്സ് സ്റ്റാൻഡിംഗ് ഓർഡേഴ്സ് ആക്ട് 1946 പർവ്യൂവിൽ വരും എന്നുള്ളതാണ്. വേറൊരു കേസിലോ നമുക്ക് കോട്ട് ചെയ്യാനായിട്ട്, സസ്വാദ് മാലി ഷുഗർ ഫാക്ടറി ലിമിറ്റഡ് വേഴ്സസ് ബൗ സാഹിബ് എന്നുള്ള കേസാണ്. സസ്വാദ് മാലി ഷുഗർ ഫാക്ടറി ലിമിറ്റഡ് വേഴ്സസ് ബൗ സാഹിബ്. ഇതെന്താണ് ക്ലാരിഫൈ ചെയ്തത്? ഇത് എംപ്ലോയി സ്ട്രെങ്ത് അനുസരിച്ചിട്ട് ഇത് ഈ സ്റ്റാൻഡിംഗ് ഓർഡേഴ്സ് ആക്ട് ആപ്ലിക്കബിൾ ആണ് എന്ന് പറഞ്ഞ ഒരു കേസാണ് സസ്വാദ് മാലി ഷുഗർ ഫാക്ടറി ലിമിറ്റഡ് വേഴ്സസ് ബൗ സാഹിബ് എന്നുള്ള കേസ്. ഇനി ഈ സ്റ്റാൻഡിംഗ് ഓർഡേഴ്സ് ക്രിയേറ്റ് ചെയ്താൽ മാത്രം പോരാ, ഈ സ്റ്റാൻഡിംഗ് ഓർഡേഴ്സിനെ സർട്ടിഫൈ ചെയ്യുകയും വേണം. സ്റ്റാൻഡിംഗ് ഓർഡേഴ്സിനെ സർട്ടിഫൈ ചെയ്യണം. ആര് സർട്ടിഫൈ ചെയ്യും? ഒരു സർട്ടിഫൈയിങ് ഓഫീസർ സർട്ടിഫൈ ചെയ്യണം. അപ്പോൾ അതിൻ്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ, എംപ്ലോയീസ് ആണ് സ്റ്റാൻഡിംഗ് ഓർഡേഴ്സിൻ്റെ ഡ്രാഫ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അവർ എംപ്ലോയീസ് അങ്ങനെ ഒരു ഡ്രാഫ്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു സർട്ടിഫൈയിങ് ഓഫീസറുടെ അപ്രൂവലിന് വേണ്ടി സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ ഒരു പുതിയൊരു അതോറിറ്റി നമ്മൾ കാണുകയാണ്. ആ അതോറിറ്റിയുടെ പേരാണ് സർട്ടിഫൈയിങ് ഓഫീസർ. അപ്പോൾ എംപ്ലോയർ ആണ് ഡ്രാഫ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഡ്രാഫ്റ്റ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം സർട്ടിഫൈയിങ് ഓഫീസറുടെ അപ്രൂവലിലേക്ക് വിട്ടു. അപ്പോൾ ആ സർട്ടിഫൈയിങ് ഓഫീസറുടെ ജോലി എന്താണ്? സർട്ടിഫൈയിങ് ഓഫീസർ അദ്ദേഹമാണ് എന്ത് ചെയ്യുന്നത്? സ്റ്റാൻഡിംഗ് ഓർഡേഴ്സ് ഫെയർ ആണെന്ന് കൺഫേം ചെയ്യുന്നത്.
അപ്പോൾ അതുമാത്രമല്ല ഈ ആക്ടിനനുസരിച്ചൊരു മോഡൽ സ്റ്റാൻഡിങ് ഓർഡർ ഉണ്ട്. ഒരു മോഡൽ, അതായത് ഈ ആക്ട് ക്രിയേറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഇങ്ങനെ വേണം ഒരു സ്റ്റാൻഡിങ് ഓർഡർ ക്രിയേറ്റ് ചെയ്യാനെന്നുള്ള ഒരു മോഡലും ഈ ആക്ടിനോടൊപ്പം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ മോഡലിനോട് അനുസരിച്ചിട്ടാണ് ഈ ഇൻഡസ്ട്രി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന സ്റ്റാൻഡിങ് ഓർഡർ എന്ന് വെരിഫൈ ചെയ്യുകയും അതുമായിട്ട് കൺഫേം ആവുന്നുണ്ടോ എന്ന് നോക്കുകയും ചെയ്യുന്ന ഉത്തരവാദിത്വമാണ് ഈ സർട്ടിഫൈയിങ് ഓഫീസർക്ക്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് അതിൻ്റെ ഒരു ഇല്ലസ്ട്രേഷൻ നോക്കാം. അപ്പോൾ ഒരു IT കമ്പനി ഉണ്ടായിരുന്നെന്ന് വിചാരിക്കുക. IT കമ്പനി ഒരു സ്റ്റാൻഡിങ് ഓർഡറിൻ്റെ ഡ്രാഫ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഡ്രാഫ്റ്റിനകത്ത് പറയുന്നത് എന്താണ്, പ്രൊബേഷണറി പീരീഡ് എപ്പോഴാണ്, പ്രൊമോഷൻ്റെ ക്രൈറ്റീരിയ എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിൽ എഴുതിയിട്ട് അത് സർട്ടിഫൈയിങ് ഓഫീസർക്ക് റിവ്യൂവിന് വേണ്ടി കൊടുക്കുകയാണ്. അപ്പോൾ സർട്ടിഫൈയിങ് ഓഫീസറാണ് ഈ മോഡൽ സ്റ്റാൻഡിങ് ഓർഡേഴ്സ് ആയിട്ട് കമ്പയർ ചെയ്തിട്ട് ഇത് ഫെയർ ആണ് എന്ന് തോന്നിയാൽ പുള്ളി അത് അപ്രൂവ് ചെയ്യും. അപ്പോൾ അതാണ് അതിൻ്റെ കാര്യം. അപ്പോൾ എക്സാമ്പിളൂടെ കണ്ടപ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്കിനി അടുത്ത ഒരു കേസിലോ നോക്കിയേക്കാം. ഈ സർട്ടിഫൈയിങ് ഓഫീസറുടെ ഒരു ഇങ്ങനെയുള്ള സ്റ്റാൻഡിങ് ഓർഡർ ക്രിയേറ്റ് ചെയ്യുന്നതിനകത്ത് സർട്ടിഫൈയിങ് ഓഫീസർ ഫെയർനെസ് എൻഷുർ ചെയ്യേണ്ടതിൻ്റെ റോള് ആയിട്ട് വന്നിരിക്കുന്ന ഒരു കേസിലാണ് UP സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് വേഴ്സസ് ഹരിശങ്കർ ജെയിൻ. UP സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് വേഴ്സസ് ഹരിശങ്കർ ജെയിൻ. ഈ കേസിൽ പറഞ്ഞിരിക്കുന്നത് റോൾ ഓഫ് സർട്ടിഫൈയിങ് ഓഫീസേഴ്സ് ഇൻ എൻഷുറിങ് ഫെയർനെസ് ഇൻ സ്റ്റാൻഡിങ് ഓർഡേഴ്സ്. ഇതാണ് ഈ ഒരു ആസ്പെക്റ്റ്. ഇനി അടുത്ത കാര്യം, ഒരിക്കൽ സ്റ്റാൻഡിങ് ഓർഡർ ക്രിയേറ്റ് ചെയ്തു, എംപ്ലോയറാണ് ഡ്രാഫ്റ്റ് ക്രിയേറ്റ് ചെയ്ത, സർട്ടിഫൈയിങ് ഓഫീസർ അത് അപ്രൂവ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ അതിന് ശേഷം ഈ സ്റ്റാൻഡിങ് ഓർഡർ പിന്നീട് മോഡിഫൈ ചെയ്യാനായിട്ട് സാധിക്കുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ കൺസെപ്റ്റ് ഇതാണ്, സർട്ടിഫൈയിങ് ഓഫീസർ സർട്ടിഫൈഡ് സ്റ്റാൻഡിങ് ഓർഡർ മോഡിഫൈ ചെയ്യാൻ പറ്റും. പക്ഷേ അവിടെ എന്ത് വേണം, ഒരു മ്യൂച്വൽ എഗ്രിമെൻ്റ് വേണം. എംപ്ലോയറും വർക്കേഴ്സും തമ്മിൽ ഒരു മ്യൂച്വൽ എഗ്രിമെൻ്റ് വേണം. അതുമാത്രമല്ല, അത് കഴിഞ്ഞ് വീണ്ടും സർട്ടിഫൈയിങ് ഓഫീസർക്ക് അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുകയും വേണം. അപ്പം ഒരു സർട്ടിഫൈയിങ് ഓഫീസർക്ക് ആപ്ലിക്കേഷൻ കൊടുത്ത് അവിടെ ഒരു എംപ്ലോയറും വർക്കേഴ്സും തമ്മിലൊരു മ്യൂച്വൽ എഗ്രിമെൻ്റ് ഉണ്ടെങ്കിൽ അത് മാറ്റാനായിട്ട് സാധിക്കും. അപ്പോൾ അത് ഒരു എംപ്ലോയ്മെൻറ്റ് ടേംസിൽ ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരാൻ പറ്റും മോഡിഫിക്കേഷൻ്റെ ആസ്പെക്റ്റ് വരുമ്പോഴത്തേന്. അപ്പം ഒരു പ്രോബ്ലം ചോദിക്കുകയാണെന്ന് വിചാരിക്കുക, എക്സാമിന് ഒരു സ്റ്റാൻഡിങ് ഓർഡർ ക്രിയേറ്റ് ചെയ്തു. അപ്പം സ്റ്റാൻഡിങ് ഓർഡർ പിന്നീട് മോഡിഫൈ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ മോഡിഫൈ ചെയ്യാൻ പറ്റും. പക്ഷേ അതിന് സർട്ടിഫിക്കറ്റിംഗ് അതോറിറ്റിക്ക് വീണ്ടും ആപ്ലിക്കേഷൻ കൊടുക്കുകയും അതുപോലെ എംപ്ലോയിയും തമ്മിലൊരു മ്യൂച്വൽ എഗ്രിമെൻ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. അത് എന്തിനാണെന്ന് വെച്ചാൽ എന്നാൽ എംപ്ലോയ്മെൻറ്റ് ടേംസിനൊരു സ്റ്റെബിലിറ്റി ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ്. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. An employer proposes a change in the working hours mentioned in the standing orders and obtains consent from workers union. അപ്പം 8 മണി തൊട്ട് 4 മണി വരെയായിരുന്നു ജോലി സമയം ഇനീഷ്യലി എംപ്ലോയർ ആഗ്രഹിച്ചിരുന്നത്. എംപ്ലോയീസ് ഈ ഒരു സമയത്താണ് വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിച്ചത്. പക്ഷേ പിന്നെ പുള്ളിക്ക് തോന്നുകയാണ് 8 മണിക്ക് വന്നാൽ പോരാ, രാവിലെ ഒരു 6 മണിക്ക് തന്നെ ഷിഫ്റ്റ് ആരംഭിക്കണം. അപ്പോൾ 6 തൊട്ട് 2 വരെ ഒരു ഷിഫ്റ്റ് എന്നുള്ള രീതിയിൽ ജോലിയുടെ സമയം ഒന്ന് മാറ്റണമെന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അതെന്ത് ചെയ്തു, വർക്കേഴ്സിൻ്റെ യൂണിയനുമായിട്ട് ഡിസ്കസ് ചെയ്തു, ലേബർ യൂണിയനുമായിട്ട് ട്രേഡ് യൂണിയനുമായിട്ട് ഡിസ്കസ് ചെയ്തു. അവർ എഗ്രി ചെയ്ത് കഴിയുമ്പോൾ സർട്ടിഫൈയിങ് അതോറിറ്റിക്ക് ആ ഒരു ചേഞ്ചും കൂടെ പ്രപ്പോസ് ചെയ്യുകയാണ്. സർട്ടിഫൈയിങ് അതോറിറ്റി അത് അംഗീകരിച്ച് കഴിഞ്ഞാൽ, സർട്ടിഫൈയിങ് ഓഫീസർ അത് അംഗീകരിച്ച് കഴിഞ്ഞാൽ അത് സ്റ്റാൻഡിങ് ഓർഡറിൻ്റെ മോഡിഫിക്കേഷൻ അവിടെ സാധിക്കും. അപ്പോൾ മോഡിഫിക്കേഷൻ ഓഫ് സ്റ്റാൻഡിങ് ഓർഡറുമായിട്ട് ബന്ധപ്പെട്ട കേസിലോ സുധീർ ചന്ദ്ര സർക്കാർ വേഴ്സസ് ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി 1984 കേസാണ്. സുധീർ ചന്ദ്ര സർക്കാർ വേഴ്സസ് ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി 1984 കേസാണ്. ദിസ് കേസ് ഹെൽഡ് ദാറ്റ് മോഡിഫിക്കേഷൻ മസ്റ്റ് കംപ്ലൈ വിത്ത് ദി പ്രൊസീജിയർ റിക്വയർമെൻറ്റുമായിട്ട് അത് കംപ്ലൈ ചെയ്താൽ ആ നിയമം വാലിഡ് ആണ് എന്നുള്ളതാണ്. ഇനിയും ബൈൻഡിങ് നേച്ചർ ഓഫ് സ്റ്റാൻഡിങ് ഓർഡേഴ്സ്. സ്റ്റാൻഡിങ് ഓർഡേഴ്സിൻ്റെ ബൈൻഡിങ് നേച്ചർ എന്ന് പറഞ്ഞാൽ എന്താ, ഇത് ഒരിക്കൽ ഒരു സ്റ്റാൻഡിങ് ഓർഡർ ക്രിയേറ്റ് ചെയ്താൽ അത് ബൈൻഡിങ് ആണോ, അത് എംപ്ലോയർ അനുസരിക്കാൻ ബാധ്യസ്ഥനാണോ, എംപ്ലോയീസ് അനുസരിക്കാൻ ബാധ്യസ്ഥരാണോ, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. സോ വൺ സർട്ടിഫൈഡ് സ്റ്റാൻഡിങ് ഓർഡേഴ്സ് ആർ ബൈൻഡിങ് ഓൺ ബോത്ത് എംപ്ലോയേഴ്സ് ആൻഡ് എംപ്ലോയീസ്. അപ്പോൾ സ്റ്റാൻഡിങ് ഓർഡർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് 2 കൂട്ടർക്കും ബാധകമാണ്. 2 കൂട്ടരും അത് അനുസരിക്കാൻ നിയമപരമായി ബാധ്യസ്ഥരാണ് എന്നുള്ളതാണ്. കാര്യം എന്ന് പറഞ്ഞാൽ അതൊരു സ്റ്റാറ്റ്യൂട്ടറി ടേംസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് പോലെ അത് വന്നു കഴിയും. അത് വയലേറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. സ്റ്റാൻഡിങ് ഓർഡർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ബൈൻഡിങ് ആണ്, അത് വയലേറ്റ് ചെയ്യാൻ പറ്റില്ല. അതാണ് സ്റ്റാൻഡിങ് ഓർഡറിൻ്റെ ഒരു ബൈൻഡിങ് നേച്ചർ. ഒരു എക്സാമ്പിൾ നോക്കാം. ഒരു എംപ്ലോയി
എംപ്ലോയിയെ ഡിസ്മിസ് ചെയ്തു, ഒരു ഇൻഡസ്ട്രിയിൽ നിന്ന് ഡിസ്മിസ് ചെയ്തു. അപ്പോൾ അത് എംപ്ലോയി എന്ത് പറയുകയാണ്, എംപ്ലോയി പറയുകയാണ് അത് ഇല്ലീഗലാണ്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ആ ഡിസിപ്ലിനറി പ്രൊസീഡിങ്സിനെ പറ്റി സ്റ്റാൻഡിങ് ഓർഡറിൽ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു കാര്യമൊന്നും നോക്കാതെ, അത് പാലിക്കാതെയാണ് ആ എംപ്ലോയർ ഡിസ്മിസ് ചെയ്തതെങ്കിൽ അത് ചലഞ്ച് ചെയ്യാം. കാര്യം സ്റ്റാൻഡിങ് ഓർഡർ ക്രിയേറ്റ് ചെയ്ത് എന്തിനാണ്, ഡിസ്മിസ് ചെയ്യേണ്ട കാര്യങ്ങൾ എങ്ങനെയാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. പക്ഷെ അപ്പോൾ അത് ഫോളോ ചെയ്യാതെയാണ് ഡിസ്മിസ് ചെയ്തതെങ്കിൽ അത് ആ എംപ്ലോയിക്ക് ചലഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് അതിൻ്റെ ഒരു ഉദാഹരണം. നമുക്കൊരു കേസിലോ നോക്കാം. രാജസ്ഥാൻ സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ, രാജസ്ഥാനിലെ റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനും കൃഷ്ണകാന്ത് എന്ന് പറയുന്ന ആളും തമ്മിലുള്ള കേസാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കോർട്ടിൻ്റെ ഒരു ജഡ്ജ്മെൻറ്റ് എന്തെന്ന് പറഞ്ഞാൽ ഈ സ്റ്റാൻഡിങ് ഓർഡറിന് ഒരു ഫോഴ്സ് ഓഫ് ലോയുടെ ഇഫക്റ്റ് ഉണ്ട്, അതേ ഇഫക്റ്റ് ഉണ്ട്. ഒരു നിയമം എങ്ങനെ പാസ്സാക്കിയോ ആ നിയമത്തിൻ്റെ അതേ ഇഫക്റ്റ് സ്റ്റാൻഡിങ് ഓർഡേഴ്സിനും ഉണ്ട്. അപ്പോൾ ആ ഇൻഡസ്ട്രിയിലെ നിയമമാണ് സ്റ്റാൻഡിങ് ഓർഡർ, റിട്ടേൺ റൂൾസ് ആണ്. അപ്പോൾ അത് പാലിച്ചേ പറ്റുള്ളൂ. അതാണ് രാജസ്ഥാൻ സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ വേഴ്സസ് കൃഷ്ണകാന്ത്. ഇത് നമുക്ക് പലയിടത്തും ഉപയോഗിക്കാവുന്ന ഒരു കേസാണ് കേട്ടോ. രാജസ്ഥാൻ സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ വേഴ്സസ് കൃഷ്ണകാന്ത് 1995 കേസാണ്. ഇനിയും മോഡൽ സ്റ്റാൻഡിങ് ഓർഡേഴ്സ്, ഞാൻ പറഞ്ഞു ഈ ആക്ടിൻ്റെ അകത്ത് തന്നെ മോഡൽ സ്റ്റാൻഡിങ് ഓർഡേഴ്സ് ഇൻക്ലൂഡഡ് ആണ്. അതായത് ഇങ്ങനെ വേണം ഓരോ ഇൻഡസ്ട്രിയും സ്റ്റാൻഡിങ് ഓർഡേഴ്സ് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളൊരു മോഡൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ മോഡലിനെ ബേസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഒരു മോഡലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആൾക്കാർക്ക് ഒരു യൂണിഫോമിറ്റി പല ഇൻഡസ്ട്രിയിലും പല സ്റ്റേറ്റിലും കൊണ്ടുവരാനായിട്ട് ആണ് ഈ ഒരു മോഡൽ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സംഭവം നമുക്ക് നോക്കാം. ഇതിൻ്റെ കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. ദി ആക്ട് പ്രൊവൈഡ്സ് മോഡൽ സ്റ്റാൻഡിങ് ഓർഡേഴ്സ് ആസ് ഗൈഡ് ലൈൻസ് ഫോർ എംപ്ലോയേഴ്സ്. അപ്പോൾ എംപ്ലോയേഴ്സിന് പലപ്പോഴും ഒരു സ്റ്റാൻഡിങ് ഓർഡർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ള ഒരു ക്ലാരിറ്റി ഇല്ലെങ്കിൽ അതിനൊരു ഗൈഡ് ലൈനായിട്ടാണ് ഒരു മോഡൽ സ്റ്റാൻഡിങ് ഓർഡർ കൊടുത്തിരിക്കുന്നത്. എംപ്ലോയേഴ്സ് ക്യാൻ അഡോപ്റ്റ് ഓർ കസ്റ്റമൈസ് ദീസ് ബേസ്ഡ് ഓൺ ദെയർ സ്പെസിഫിക് റിക്വയർമെൻറ്റ് സബ്ജക്ട് ടു അപ്രൂവൽ. അപ്പം എംപ്ലോയേഴ്സിന് ഈ മോഡൽ ലോ അഡോപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ അതിൽ ചെറിയ മാറ്റങ്ങൾ വരുത്താം, കസ്റ്റമൈസ് ചെയ്യാം, അവർക്ക് വേണ്ട രീതിയിൽ അതിനെ മാറ്റിയിട്ട്, പക്ഷേ അത് സർട്ടിഫൈയിങ് ഓഫീസർ അപ്രൂവ് ചെയ്യണം. അപ്രൂവ് ചെയ്താൽ അത് ആ ഇൻഡസ്ട്രിയിലെ സ്റ്റാൻഡിങ് ഓർഡറായിട്ട് മാറും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു കാര്യം. അപ്പം നമുക്കൊരു എക്സാമ്പിൾ ഒന്ന് നോക്കിയേക്കാം. ഇപ്പോൾ ഒരു ഫാക്ടറി ഒരു മോഡൽ സ്റ്റാൻഡിങ് ഓർഡർ എടുത്തു, അത് ചെറിയ അമെൻമെൻറ്റ്സ് വരുത്തി. അതിനകത്ത് വരുത്തിയ അമെൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ ആ ഫാക്ടറിയിലെ സേഫ്റ്റി ഗിയർ യൂസ് ചെയ്യേണ്ട കാര്യങ്ങളെ പറ്റിയിട്ടൂടെ അതിനകത്ത് ചേർത്തു. അപ്പോൾ അത് ചെറിയൊരു അമെൻമെൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ സർട്ടിഫൈയിങ് ഓഫീസർക്ക് കൊടുത്തു. സർട്ടിഫൈയിങ് ഓഫീസർ അത് അപ്രൂവ് ചെയ്താൽ അത് ആ ഇൻഡസ്ട്രിയിലെ സ്റ്റാൻഡിങ് ഓർഡറായിട്ട് മാറും. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്, സ്റ്റാൻഡിങ് ഓർഡറിൻ്റെ ഒരു മോഡലുണ്ട്, പക്ഷേ അതിൽ മൈനറായിട്ടുള്ള അമെൻമെൻറ്റ്സോ കസ്റ്റമൈസേഷൻസോ ഒക്കെ വരുത്താനായിട്ടുള്ള പെർമിഷനും ഉണ്ട്. അങ്ങനെ പറ്റും. ദി മാനേജ്മെൻറ്റ് ഓഫ് ബ്രൂക്ക് ബോണ്ട് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് വേഴ്സസ് വർക്ക്മാൻ. അപ്പോൾ ബ്രൂക്ക് ബോണ്ട് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ മാനേജ്മെൻറ്റും അതിൻ്റെ വർക്ക്മാനും തമ്മിലുള്ള കേസ് 1996 കേസ്. അപ്പോൾ അതിനകത്ത് കോർട്ട് പറഞ്ഞത് എന്താണ്, ഡീവിയേഷൻസ് ഫ്രം മോഡൽ സ്റ്റാൻഡിങ് ഓർഡേഴ്സ് മസ്റ്റ് ബി ജസ്റ്റിഫൈഡ് ആൻഡ് അപ്രൂവ്ഡ് എന്നാണ്. എന്ന് പറഞ്ഞാൽ മോഡൽ സ്റ്റാൻഡിങ് ഓർഡർ കൊടുത്തിട്ടുണ്ട്, ആ മോഡൽ സ്റ്റാൻഡിങ് ഓർഡറിൽ നിന്ന് ഡീവിയേറ്റഡ് ആയിട്ടാണ് നിയമം ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷേ അത് ജസ്റ്റിഫൈയബിൾ ആയിരിക്കണം, ജസ്റ്റിഫൈ ചെയ്യാൻ സാധിക്കണം, അവർക്ക് ന്യായീകരിക്കാൻ പറ്റണം, അത് അപ്രൂവ് ചെയ്യപ്പെട്ടതുമായിരിക്കണം. അതായത് സർട്ടിഫൈയിങ് അതോറിറ്റി അപ്രൂവ് ചെയ്തതുമായിരിക്കണം. അതാണ് ഈ കേസിലൂടെ പ്രത്യേകത. മാനേജ്മെൻറ്റ് ഓഫ് ബ്രൂക്ക് ബോണ്ട് ഇന്ത്യ പ്രൈവറ്റ്, ഇതിലൊക്കെ പ്രോബ്ലത്തിന് സ്കോപ്പ് ഉണ്ടെന്നുള്ളതാണ്. ഒരു മോഡൽ ലോ ക്രിയേറ്റ് ചെയ്തു, അതിനകത്തുനിന്ന് മോഡൽ ലോയ്ക്കകത്തുനിന്ന് മാറ്റിയിട്ടാണ് അത് ക്രിയേറ്റ് ചെയ്തത്, അത് അപ്രൂവ് ചെയ്യുമോ, അത് വാലിഡ് ആണോ വാലിഡ് അല്ലയോ എന്നൊക്കെ ചോദിച്ചാൽ അപ്പോൾ നമുക്ക് ഈ കേസ് ലോയും കൂടെ വെച്ചിട്ട് വേണം ആ പ്രോബ്ലം സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ അതിനകത്ത് കോർട്ട് പറഞ്ഞത് ഡീവിയേഷൻസ് ഫ്രം മോഡൽ സ്റ്റാൻഡിങ് ഓർഡേഴ്സ് മസ്റ്റ് ബി ജസ്റ്റിഫൈഡ് ആൻഡ് അപ്രൂവ്ഡ് എന്നുള്ളതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഇനിയും അടുത്തൊരു ടോപ്പിക്ക് ഗ്രിവൻസ് റിഡ്രസൽ മെക്കാനിസം എന്നുള്ളതാണ്. ഗ്രിവൻസ് റിഡ്രസൽ മെക്കാനിസം. അപ്പം ഗ്രിവൻസ് നമ്മൾ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് പഠിച്ച സമയത്ത് തന്നെ ഡിസ്പ്യൂട്ട് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, കൺസീലിയേഷൻ ഓഫീസറുടെ കാര്യവും ആർബിട്രേറ്റേഴ്സിൻ്റെ കാര്യവും അതുപോലെ ലേബർ കോർട്ടിൻ്റെ കാര്യവും ഇൻഡസ്ട്രിയൽ ട്രിബ്യൂണലിൻ്റെ കാര്യവും നാഷണൽ ട്രിബ്യൂണലിൻ്റെ കാര്യവും ഒക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അത് ഒക്കെ ഒരു ലാർജ് സ്കെയിൽ തർക്കങ്ങൾ കുറേ ആൾക്കാരെ ഒന്നിച്ച് ബാധിക്കുന്ന സമയത്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പൊതുവെ ആപ്ലിക്കബിൾ ആവുന്നത്. പക്ഷേ ഒരു വർക്ക്മാന് മാത്രമുള്ള പ്രശ്നം, ഒരു വർക്ക്മാന് ചില കാര്യത്തിൽ കൺസേൺസ് ഉണ്ട്, അയാൾക്ക് ഗ്രിവൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഗ്രിവൻസ് റിഡ്രസ് ചെയ്യാനുള്ള മെക്കാനിസത്തെ പറ്റിയും ഈ ആക്ട് സംസാരിക്കുന്നുണ്ട്. ഗ്രിവൻസ് റിഡ്രസൽ മെക്കാനിസത്തെ പറ്റിയും ഇൻഡസ്ട്രിയൽ എംപ്ലോയ്മെൻറ്റ് സ്റ്റാൻഡിങ് ഓർഡേഴ്സ് ആക്ട് മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഈ സ്റ്റാൻഡിങ് ഓർഡേഴ്സ് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതിൻ്റെ അകത്തോ അപ്ലൈ ചെയ്തതിൻ്റെ അകത്തോ ഉള്ള ഗ്രിവൻസിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്, റിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്
ഗ്രിവൻസ് റിഡ്രസൽ മെക്കാനിസം ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഗ്രിവൻസ് റിഡ്രസൽ കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റിയുടെ മുമ്പിൽ ഗ്രിവൻസ് റിഡ്രസലിന് അപ്രോച്ച് ചെയ്യാം. അതല്ലെങ്കിൽ അപ്രോപ്രിയേറ്റുള്ള ലേബർ കോർട്ടിനും റിലീഫിന് വേണ്ടിയിട്ട് ലേബർ കോർട്ടിനെ സമീപിക്കാം. അതാണ് ഗ്രിവൻസ് റിഡ്രസൽ മെക്കാനിസം. അപ്പോൾ എ വർക്കർ ഡിസ്പ്യൂട്ട്സ് എ ട്രാൻസ്ഫർ ഓർഡർ. ഒരു വർക്കറിനൊരു ട്രാൻസ്ഫർ ഓർഡർ കിട്ടി, അത് വർക്കർ ഡിസ്പ്യൂട്ട് ചെയ്യുകയാണ്. ആ ട്രാൻസ്ഫർ ഓർഡർ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ അത് പറയുന്നത് എന്താണ്, അത് സ്റ്റാൻഡിങ് ഓർഡറിൻ്റെ ഒരു വയലേഷനാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, ഒരു ഗ്രിവൻസ് റിഡ്രസൽ കമ്മിറ്റി കൂടെ അതിനൊരു റെസൊല്യൂഷൻ വേണം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് കണക്കാക്കാം. അപ്പോൾ ഒരു വർക്കർ ഉണ്ടായിരുന്നു, വർക്കർക്ക് ട്രാൻസ്ഫർ കിട്ടി. ആ ട്രാൻസ്ഫർ മെക്കാനിസത്തെ പറ്റി സ്റ്റാൻഡിങ് ഓർഡറിൽ പറഞ്ഞ കാര്യങ്ങൾക്ക് അനുസരിച്ചിട്ടല്ല പുള്ളിക്ക് ട്രാൻസ്ഫർ കിട്ടിയത്. അതുകൊണ്ട് എവിടെ പോയി, ഗ്രിവൻസ് റിഡ്രസൽ കമ്മിറ്റിയുടെ മുമ്പിലേക്ക് പോയി. ഒരു കേസിലോ നമുക്ക് നോക്കാം. ഈ കേസിലോ കേസോറാം ഇൻഡസ്ട്രീസ് വേഴ്സസ് DN ബങ്കർ എന്നുള്ള കേസാണ്. കേസോറാം ഇൻഡസ്ട്രീസ് വേഴ്സസ് DN ബാങ്കർ 1956 കേസാണ്. അപ്പോൾ അതിൽ പറഞ്ഞത് എന്താണ്, ദി കോർട്ട് ഹൈലൈറ്റഡ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ഗ്രിവൻസ് റിഡ്രസൽ മെക്കാനിസംസ് ഇൻ ഇൻഡസ്ട്രിയൽ പീസ് എന്നുള്ളതാണ്. ഇതിനകത്ത് ഈ ഗ്രിവൻസ് റിഡ്രസൽ മെക്കാനിസം ഇൻഡസ്ട്രിയൽ പീസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ആവശ്യമാണ് എന്ന് പറഞ്ഞ ഒരു കേസാണ് കേസോറാം ഇൻഡസ്ട്രീസ് വേഴ്സസ് DN ബങ്കർ. അപ്പം അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം. ഇനിയും പെനാൽറ്റീസ് ഫോർ നോൺ കംപ്ലയൻസ്. അപ്പം ഈ സ്റ്റാൻഡിങ് ഓർഡർ 100 എംപ്ലോയീസ് എങ്കിലും ഉള്ള ഇൻഡസ്ട്രി ക്രിയേറ്റ് ചെയ്യണമെന്നാണ്. അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്യുന്നില്ല, അതിൻ്റെ ഒരു ഡ്രാഫ്റ്റ് സബ്മിറ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള സർട്ടിഫൈങ് അതോറിറ്റിക്ക് സബ്മിറ്റ് ചെയ്തതിന് ശേഷം കിട്ടിയ ഓർഡറിന് അതിനെ അഡ്ഹർ ചെയ്യുന്നില്ല, ആ ആക്റ്റീവായിട്ട് കമ്പൈൽ ചെയ്യുന്നില്ല, അങ്ങനെയൊക്കെ ആണെങ്കിൽ അതിന് എംപ്ലോയീസിന് പെനാൽറ്റി വരും. എംപ്ലോയീസിന് അതിന് പെനാൽറ്റി കിട്ടാം. അപ്പം അതിനൊരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഒരു ഇത്ര ഒരു ടൈം ലൈനുണ്ട്, ഇതിനകത്ത് അത് ചെയ്തിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ടൈം ലൈൻ അനുസരിച്ച് അത് കംപ്ലൈ ചെയ്തില്ലെങ്കിൽ ലേബർ അതോറിറ്റീസിൻ്റെ ഭാഗത്തുനിന്ന് അതിന് ഫൈൻ കിട്ടാം. ഒരു എക്സാമ്പിളാണ് ഗ്ലോബ് ഇൻഷുറൻസ് കമ്പനി വേഴ്സസ് ഇൻഡസ്ട്രിയൽ ട്രിബ്യൂണൽ 1974 കേസാണ്. ഇൻഡസ്ട്രിയൽ ട്രിബ്യൂണലിലും ഗ്ലോബ് ഇൻഷുറൻസ് കമ്പനിയും തമ്മിലുള്ള കേസാണ്. അപ്പം ഇതിനകത്ത് കൃത്യമായിട്ട് ടൈം ലൈൻ അനുസരിച്ച് ഈ ആക്റ്റുമായിട്ട് കംപ്ലൈ ചെയ്തില്ലെങ്കിൽ അതിൻ്റെ ഒരു റിപ്പർക്കഷൻസ് ആണ് അത് പറഞ്ഞത്. അപ്പോൾ അത് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ടും ലീഗൽ ഡിസ്പ്യൂട്ടും ഒഴിവാക്കാനായിട്ട് കമ്പൈൽ ചെയ്യണമെന്ന് പറഞ്ഞ കേസാണ് ഗ്ലോബ് ഇൻഷുറൻസ് വേഴ്സസ് ഇൻഡസ്ട്രിയൽ ട്രിബ്യൂണൽ 1974 കേസാണ്. ഇനിയും ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഒന്നുകൂടെ ഒന്ന് ആവർത്തിക്കാം. ബേസിക്കലി ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. എന്താണ്, സ്റ്റാൻഡിങ് ഓർഡർ പബ്ലിക്കലി ഡിസ്പ്ലേ ചെയ്യണോ അതോ ഒരു റൂൾ ബുക്കായിട്ട് വെച്ചാൽ മാത്രം മതിയോ എന്നുള്ളതാണ്. അപ്പോൾ ഇത് റിട്ടൺ റൂൾസ് ആണല്ലോ. അപ്പോൾ സെക്ഷൻ 9 ഓഫ് ഇൻഡസ്ട്രിയൽ എംപ്ലോയ്മെൻറ്റ് സ്റ്റാൻഡിങ് ഓർഡേഴ്സ് ആക്ട് പറയുന്നത് സർട്ടിഫൈ ചെയ്തിട്ടുള്ള സ്റ്റാൻഡിങ് ഓർഡേഴ്സ് പ്രോമിനൻ്റ് ആയിട്ട് ഇംഗ്ലീഷിൽ ഡിസ്പ്ലേ ചെയ്ത് വെക്കണം. അതേപോലെ ഇംഗ്ലീഷിലും പിന്നെ മജോറിറ്റി ഓഫ് വർക്കേഴ്സ് അവിടെ ആ ഇൻഡസ്ട്രിയിലുള്ള മജോറിറ്റി ഓഫ് വർക്കേഴ്സിന് മനസ്സിലാവുന്ന ഭാഷയിലും, ഈ രണ്ട് ഭാഷയിലും ഇംഗ്ലീഷിലും ആ വർക്കേഴ്സിന് മനസ്സിലാവും. അതായത് ഏതെങ്കിലും ഒരു ഭാഷയിൽ എഴുതി വയ്ക്കുക, അവർക്കത് മനസ്സിലാവുന്നില്ലെങ്കിൽ സ്റ്റാൻഡിങ് ഓർഡേഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞതിൽ അർത്ഥമില്ല. അപ്പം സെക്ഷൻ 9 പറയുന്നത് ഇംഗ്ലീഷിലും അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിലും എഴുതി പ്രോമിനൻ്റ് ആയിട്ട് ഡിസ്പ്ലേ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ എന്നാൽ മാത്രമേ വർക്കേഴ്സിന് അവരുടെ റൈറ്റ്സിനെ പറ്റിയും അവരുടെ ഒബ്ലിഗേഷൻസിനെ പറ്റിയും മനസ്സിലാവത്തുള്ളൂ. റൈറ്റ്സിനെ പറ്റി അറിയണം, അവരുടെ ഡ്യൂട്ടി എന്താണെന്നും അറിയണം. അപ്പോൾ അതറിയാനാണ് ഇത് പ്രോമിനൻ്റ് ആയിട്ട് ഡിസ്പ്ലേ ചെയ്യാൻ പറഞ്ഞത്. പിന്നെ ഇത് ഒരു ഫിസിക്കൽ കോപ്പി, ഒരു റൂൾ ബുക്ക് വേണമെങ്കിൽ റെഫറൻസിന് വേണ്ടി കീപ്പ് ചെയ്യാമെങ്കിലും പക്ഷേ പബ്ലിക് ഡിസ്പ്ലേ ഓൺ നോട്ടീസ് ബോർഡ് ഇൻ ദി വർക്ക് പ്ലേസ് ഈസ് മാൻഡേറ്ററി എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ട്രാൻസ്പെറൻസിക്ക് വേണ്ടി, ഒരു സുതാര്യതയ്ക്ക് വേണ്ടിയിട്ടും ഈസ് ഓഫ് ആക്സസിബിലിറ്റി ടു വർക്കേഴ്സ്, ഇത് രണ്ടിനും വേണ്ടിയിട്ടാണ്. അപ്പോൾ വർക്കേഴ്സിന് കാണാവുന്ന ഒരു സ്ഥലത്ത് അത് ഡിസ്പ്ലേ ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ആംഗിൾ. ഇനി അടുത്ത ആസ്പെക്റ്റ്, ഈ സ്റ്റാൻഡിങ് ഓർഡർ ആരാണ് പ്രിപ്പയർ ചെയ്യുന്നത്? സ്റ്റാൻഡിങ് ഓർഡർ നമുക്ക് തന്നെ കണ്ടു, അത് എംപ്ലോയറാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്യുന്ന എംപ്ലോയറാണ്. എന്നിട്ട് അത് സർട്ടിഫൈങ് ഓഫീസർക്ക്, ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്ത് സർട്ടിഫൈങ് ഓഫീസർക്ക് സബ്മിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സർട്ടിഫൈങ് ഓഫീസർ ഈ ഡ്രാഫ്റ്റ് റിവ്യൂ ചെയ്തതിന് ശേഷം അത് മോഡൽ സ്റ്റാൻഡിങ് ഓർഡറുമായിട്ട് കമ്പയർ ചെയ്യും. മോഡൽ സ്റ്റാൻഡിങ് ഓർഡറുമായിട്ട് കമ്പയർ ചെയ്തതിന് ശേഷം ഇത് ഫെയർ ആണെന്ന് തോന്നിയാൽ രണ്ടുപേർക്കും, ആർക്ക്, എംപ്ലോയറുടെ സൈഡിൽ നിന്നും എംപ്ലോയിയുടെ സൈഡിൽ നിന്നും ഇത് ഫെയർ ആണെന്ന് തോന്നിയാൽ അവർ അപ്രൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചില സമയത്ത് വർക്കേഴ്സിനോടും ചോദിക്കാം, വർക്കേഴ്സിന് ഇതിനകത്ത് എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് അവരോട് ചോദിച്ചു, ചിലപ്പോൾ സർട്ടിഫൈങ് ഓഫീസർ ചോദിച്ചെന്നിരിക്കും. അപ്പം ആ സമയത്ത് വർക്കേഴ്സിനോ വർക്കേഴ്സിൻ്റെ യൂണിയനോ ഇതിനകത്ത് ഒബ്ജെക്ഷൻസ് റേസ് ചെയ്യാം, അവർക്ക് സജഷൻസ് പറയാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ സർട്ടിഫിക്കേഷൻ പ്രോസസ്സിൻ്റെ ഇടയ്ക്ക് അങ്ങനെയും നടക്കാം. അപ്പോൾ വർക്കേഴ്സിനെ ഇൻവോൾവ് ചെയ്യാം. വർക്കേഴ്സ് ഓർ ദി യൂണിയൻ ക്യാൻ റേസ് ഒബ്ജെക്ഷൻസ് ഓർ സജഷൻസ് റിഗാർഡിംഗ് ഡ്രാഫ്റ്റ് സ്റ്റാൻഡിങ് ഓർഡേഴ്സ് ഡ്യൂറിങ് സർട്ടിഫിക്കേഷൻ പ്രോസസ്സ്. അപ്പോൾ അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഫൈനൽ സ്റ്റാൻഡിങ് ഓർഡേഴ്സ് അപ്രൂവ് ചെയ്തിട്ട്
ഒബ്ജെക്ഷൻസിനെയൊക്കെ അഡ്രസ്സ് ചെയ്തതിന് ശേഷമാണ് ഫൈനൽ സ്റ്റാൻഡിങ് ഓർഡർ ഇറങ്ങുന്നത്. അപ്പോൾ അത് സ്റ്റാറ്റ്യൂട്ടറി ഗൈഡ് ലൈൻ എല്ലാം മീറ്റ് ചെയ്യുന്നതാണ്. പിന്നെ അത് ആൾക്കാർ അനുസരിക്കണം, എംപ്ലോയറും അനുസരിക്കണം, എംപ്ലോയീസും അനുസരിക്കണം. അതൊരു ഫോഴ്സ് ഓഫ് ലോയുടെ ഒരു എഫക്റ്റാണ് അവിടെ ഉള്ളത്. ഇനി സ്റ്റാൻഡിങ് ഓർഡർ മോഡിഫൈ ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമ്മൾ ഓൾറെഡി കണ്ടു. സ്റ്റാൻഡിങ് ഓർഡർ മോഡിഫൈ ചെയ്യാൻ പറ്റും. അതിനെപ്പറ്റി പറയുന്നത് സെക്ഷൻ 10 അതിന് ചില പ്രോസസ്സുണ്ട്. ഒന്ന്, ആപ്ലിക്കേഷൻ ഫോർ മോഡിഫിക്കേഷൻ ആർക്ക് കൊടുക്കണം? എംപ്ലോയർക്ക് ആണ് മോഡിഫൈ ചെയ്യണമെങ്കിൽ എംപ്ലോയർ കൊടുക്കണം. അല്ലെങ്കിൽ വർക്കേഴ്സിനോ യൂണിയനോ ആണ് ഇത് മോഡിഫൈ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അവർ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കണം. ആർക്ക്? സർട്ടിഫൈയിങ് ഓഫീസർക്ക് കൊടുക്കണം. സർട്ടിഫൈയിങ് ഓഫീസർക്ക് ഈ സ്റ്റാൻഡിങ് ഓർഡറിൽ ചില മോഡിഫിക്കേഷൻസ് വരുത്തണം എന്നുള്ള രീതിയിൽ അവർ ആപ്ലിക്കേഷൻ കൊടുക്കണം. എന്നിട്ട് സർട്ടിഫൈയിങ് ഓഫീസർ ഈ പ്രപ്പോസ്ഡ് മോഡിഫിക്കേഷൻസ് സർട്ടിഫൈയിങ് ഓഫീസർ എക്സാമിൻ ചെയ്യും. എന്നിട്ട് ഈ രണ്ട് പാർട്ടീസിനെയും നോട്ടിഫൈ ചെയ്യും. ഈ എംപ്ലോയറെ നോട്ടിഫൈ ചെയ്യും, എംപ്ലോയീസിനെ നോട്ടിഫൈ ചെയ്യും. എന്നിട്ട് അതിനകത്ത് ആർക്കെങ്കിലും അതിനകത്ത് ഒബ്ജെക്ഷൻ ഉണ്ടോ എന്ന് ചോദിക്കും. വർക്കേഴ്സാണ് സജഷൻ ചോദിക്കുന്നതെങ്കിൽ എംപ്ലോയറോട് ചോദിക്കും അതിനകത്ത് ഒബ്ജെക്ഷൻ ഉണ്ടോ എന്ന്. എംപ്ലോയർ ആണ് കൊണ്ടുവരുന്നെങ്കിൽ വർക്കേഴ്സിനോട് ചോദിക്കും നിങ്ങൾക്ക് അതിൽ ഒബ്ജെക്ഷൻ ഉണ്ടോ എന്ന്. ഒബ്ജെക്ഷൻ ഉണ്ടെങ്കിൽ അത് കേൾക്കും. അത് കേട്ടിട്ട് ആ മോഡിഫിക്കേഷൻസ് റീസണബിളും കംപ്ലൈൻറ്റ് വിത്ത് ലോ ആണെന്ന് തോന്നിയാലാണ് അപ്രൂവൽ കൊടുക്കുക. അപ്പം അങ്ങനെ ഒരു ഫൈനൽ അപ്രൂവൽ കിട്ടിയാൽ മാത്രമേ മോഡിഫിക്കേഷൻസ് വരുള്ളൂ. അപ്പോൾ അതാണ് സെക്ഷൻ 10 പറയുന്നത്. അപ്പം ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു റിമോട്ടായിട്ട് വർക്ക് ചെയ്യുന്നതിനെ പറ്റിയിട്ട് ഒരു പോളിസി കൊണ്ടുവരണമെന്ന് എംപ്ലോയർക്ക് തോന്നുകയാണ്. അപ്പോൾ എംപ്ലോയർ എന്ത് ചെയ്യുന്നു? സർട്ടിഫൈയിങ് ഓഫീസറോട് പറയുന്നു റിമോട്ട് വർക്കിൻ്റെ കാര്യം കൂടെ ഈ സ്റ്റാൻഡിങ് ഓർഡറിൽ ആഡ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് സർട്ടിഫൈയിങ് ഓഫീസറോട് പറയുന്നു. സർട്ടിഫൈയിങ് ഓഫീസർ എന്ത് ചെയ്യുന്നു? വർക്കേഴ്സിനെയോ വർക്കേഴ്സിൻ്റെ ട്രേഡ് യൂണിയൻസിനെയോ വിളിക്കും. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കാര്യം എംപ്ലോയറുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് അതിനകത്ത് എന്തെങ്കിലും ഒബ്ജെക്ഷൻ ഉണ്ടോ? ഉണ്ടെങ്കിൽ പറയും. എന്നിട്ട് ഈ മോഡൽ സ്റ്റാൻഡിങ് ലോ ആയിട്ടൊക്കെ കമ്പയർ ചെയ്തതിന് ശേഷം ആണ് അങ്ങനെയുള്ള കാര്യം ഒരു റൂളായിട്ട് ഇറക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ക്ലാസ് ഏതാണ്ട് കഴിയുകയാണ്. അപ്പോൾ ഇതിനകത്തുനിന്ന് നമ്മൾ ഇന്ന് കണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? സ്റ്റാൻഡിങ് ഓർഡറിൻ്റെ ഇമ്പോർട്ടൻസ്. അത് സ്റ്റാൻഡിങ് ഓർഡറിൻ്റെ പ്രധാന ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ഈ എംപ്ലോയറുടെയും എംപ്ലോയിയും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്, ഹാർമണി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. ഒപ്പം ഈ വർക്കേഴ്സിൻ്റെ റൈറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ എംപ്ലോയറുടെ ഭാഗത്തുനിന്ന് ആലോചിക്കുമ്പോഴും ഇതുപോലെ തന്നെ ഒരു നിയമമുണ്ട്, അത് ഓരോരുത്തരും അനുസരിക്കുന്നില്ലെങ്കിൽ അതിനൊരു വ്യക്തത കൊണ്ടുവരിക എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിനകത്തൊരു ഒരു സർട്ടിഫിക്കേഷൻ എന്നുള്ളൊരു കാര്യമുണ്ട്. ആ നിയമത്തെ ഒരു സർട്ടിഫൈയിങ് ഓഫീസർ സർട്ടിഫൈ ചെയ്യണം. അതൊരു ലീഗൽ റിക്വയർമെൻ്റ് ആണ്. അത് മോഡിഫൈ ചെയ്യേണ്ട സമയത്തും ഇതേപോലെ തന്നെ ഒരു വീണ്ടും അതോറിറ്റിയുടെ മുമ്പിൽ പോകണം. ഇത് ബൈൻഡിങ് ആണ്, എൻഫോഴ്സിബിൾ ആണ്. സ്റ്റാൻഡിങ് ഓർഡർ ബൈൻഡിങ്ങും ആണ്, എൻഫോഴ്സിബിളും ആണ്. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവിടെ ഒരു ഗ്രിവനൻസ് റിട്രസൽ മെക്കാനിസം ഉണ്ട്. അതൊരു ഗ്രിവനൻസ് റിട്രസൽ കമ്മിറ്റിയാണ്. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരു 100 ജോലിക്കാരുള്ള ഒരു സ്ഥാപനം ചെയ്യുന്നില്ലെങ്കിൽ അവിടെ പെനാൽറ്റി ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. അപ്പം ഈ വീഡിയോ ഇവിടെ കഴിയുകയാണ്. ഇനി അടുത്ത വീഡിയോ എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡാണ്. അപ്പം ഇതുവരെയുള്ള ലേബർ ലോ 1 ബന്ധപ്പെട്ട വീഡിയോകളൊക്കെ എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോകളിൽ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിലോ വേറെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങൾ കമൻസിൽ അറിയിക്കുക. ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വീഡിയോ ഇട്ട ഉടനെ കിട്ടാനായിട്ട് ബെല്ലൈക്കൺ അമർത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്. See you next video. Bye bye.